പല ആൾക്കാരും ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്ന് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകാൻ പോകുന്ന ഒരു സ്റ്റോറിയുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം ജീവിത അനുഭവം കൊണ്ട് ഒരുപാട് പേർക്ക് പ്രചോദനം നൽകിയ ഒരു വനിതയാണ് നമ്മൾ ഇന്ന് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷീലാമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്തായാലും നമുക്കൊരു ഒരു പ്രൊഫൈൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വരുന്ന ആളിനെ കുറിച്ച് ഒരു കുഞ്ഞൊരു ഷോറിൽ അതൊന്ന് നമുക്ക് കാണാം. പാണ്ഡു സിന്ധു. ഫ്രൂട്ട്സിന്റെ മറ്റൊരു പേരാണ് പാണ്ഡു. അത്രയേറെ മധുരകരമായ ഒരു വ്യക്തിയായതിനാൽ സിന്ധുവിന്റെ അച്ഛൻ സിന്ധുവിനെ ആ പേര് ചേർത്ത് വിളിച്ചു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ പൊറത്തുശ്ശേരിയിലാണ് താമസിക്കുന്നത്. എനിക്ക് ചെറുപ്പത്തിൽ ഇരുകാലുകൾക്കും പോളിയോ ബാധിച്ചതാണ്. 60% വൈകല്യമുള്ള സിന്ധു 13 പഞ്ചായത്തിന്റെ ചുമതലയേറ്റിരിക്കുന്നു. 2018 പ്രളയത്തിൽ ക്യാമ്പ് മോണിറ്ററിംഗും 2020 COVID-19 ഇൻഫോട്ടൽ ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോണിപ്പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ള സിന്ധു കയറാത്ത പടവുകളില്ല. 10-ൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്ത് ഗുഡ് സർവീസ് എൻട്രി കിട്ടിയ ഒരു വ്യക്തിയാണ് സിന്ധു. സ്വന്തമായി വാഹനമോടിക്കാനും ശാരീരിക ഘടന ഒരു തടസ്സമേ അല്ല. പിതാവ് സിന്ധുവിനെ വിട്ടുപോയെങ്കിലും എല്ലാത്തിനും പിന്തുണയായി സിന്ധുവിന്റെ ഭർത്താവ് സിന്ധുവിനൊപ്പമുണ്ട്. ഇതെൻ്റെ അമ്മ പാർവതി. അമ്മ ഹൗസ് വൈഫാണ്. എൻ്റെ മോള് അവ്യക്ത കൃഷ്ണ. അവൾ 4th സ്റ്റാൻഡേർഡിൽ ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോയിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് പ്രൈവറ്റ് ഫേമിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു, ജയകുമാറാണ്. ഇതാണ് എൻ്റെ ഫാമിലി. അമൃത ചാനലിൽ റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിലേക്ക് എനിക്ക് ക്ഷണം വന്നിട്ടുണ്ട്. വളരെയേറെ ത്രില്ലിലും സന്തോഷത്തിലാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയാം. അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചതിന് വളരെയേറെ സന്തോഷിക്കുന്നു. എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം. നമസ്കാരം, ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് ആദ്യം ഒരു കൗതുകം തോന്നിയെന്ന് വെച്ചാൽ പണ്ഡു സിന്ധു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പണ്ഡു എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടുന്റെ അർത്ഥം ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ്. അപ്പൊ ഈ പേര് അത് ആരെ കുഞ്ഞിലെ മുതൽ ഇങ്ങനെ? അച്ഛനാണ് ഇട്ടത്. പണ്ഡു സിന്ധു. അത് വളരെ കൗതുകമുള്ള ഒരു പേരാണ്. അപ്പൊ അതെ, ഈ പേരിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒക്കെ ഇതേപോലെ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? അതെ, മീൻസ് ഞാൻ PSC ലിസ്റ്റിലൊക്കെ പോയി ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ അവർ ജഡ്ജിമാർ അവർ ഇന്റർവ്യൂ ചെയ്യുന്നവർ ചോദിക്കും തമാശക്ക് പണ്ട് സിന്ധു ആണ്, ഇപ്പൊ ആരാന്ന് ചോദിക്കും. ഈ PSCയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മളൊക്കെ ഒരു PSC എക്സാം എഴുതി റാങ്ക് മേടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ ഇടയിലാണ് 27 അല്ലേ 27 എക്സാംസ് എഴുതി 28 എക്സാംസ് എഴുതി റാങ്ക് കിട്ടിയ ഒരു കൊച്ചു മിടുക്കിയാണ്. അപ്പൊ ഇത്രയും ഒരു അച്ചീവ്മെന്റ്സ് തേടിയെത്താൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സോ എങ്ങനെയായിരുന്നു ഒരു മെന്റൽ പ്രിപ്പറേഷൻ, ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ ഒരു മെന്റലി എടുത്തൊരു ഡിസിഷൻ എന്തായിരുന്നു? എനിക്ക് ചെറുപ്പത്തിൽ ഒരു 3.5 വയസ്സിൽ ഇരുകാലുകൾക്കും പോളിയോ വന്നതായിരുന്നു. പോസ്റ്റ് പോളിയോ റെസിഡ്യൽ പാരാലിസിസ് ആണ്. 2 കാലിനും അത്യാവശ്യം നല്ല ബലക്ഷയുണ്ട്. അപ്പോൾ ഞാൻ +1 വരെ ഇരുന്ന് ഇറങ്ങുമായിരുന്നു. കംപ്ലീറ്റ് അച്ഛനും അമ്മ തന്നെയായിരുന്നു. അമ്മയ്ക്കൊപ്പം ഒന്നും പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അമ്മ എന്നെ കംപ്ലീറ്റ് നോക്കുമായിരുന്നു. ആ സമയത്ത് അച്ഛൻ സ്കൂളിലേക്ക് ഓപ്പറേഷനാണ്, ഫുൾ ട്രീറ്റ്മെൻറ്റിലാണ്. വന്നാലും ഞാൻ എല്ലാ സ്കൂളിലും ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവും. ആ എക്സാം സമയത്ത് മാത്രം പോണ ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ടുപോകുമ്പോൾ അച്ഛന് പല സമയത്തും ജോലിയിൽ നിന്ന് 4-5 തവണ ടോയ്ലറ്റും മറ്റും എൻ്റെ കാര്യങ്ങൾക്ക് വരേണ്ടി വരും. അപ്പോൾ അച്ഛൻ ഓഫീസ് അവേഴ്സിൽ ഇൻ ദ മിഡിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കും. ഇപ്പോൾ ഭിന്നശേഷിക്കാരായ ആൾക്കാരെന്ന് പറയുമ്പോൾ
പറയുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറേ കൂടി ബോധേഡാണ്, നിയമങ്ങളും ആനുകൂല്യങ്ങളും മറ്റും അവർക്കുള്ള സംരക്ഷണം പ്രൊട്ടക്ഷനും ഒക്കെ അറിയാം. പക്ഷെ പണ്ട് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നൊരു കുട്ടിയുടെ പോലെ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. അപ്പോൾ എന്തിനാ ഈ കുട്ടീനെ പഠിപ്പിക്കുന്നത്, എന്തിനാ ഈ കുട്ടീനെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ് വിശ്വനാഥ, എൻ്റെ അച്ഛനോടും അമ്മോടും ചോദിക്കും. പിന്നെ ഇങ്ങനെ വന്ന് അച്ഛൻ്റെ ഓഫീസ് അവർ ബ്രേക്ക് ആകുമ്പോൾ അച്ഛന് കുറേ മെമ്മോ അടക്കം മോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഹയർ ഓഫീഷ്യലിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സും ചോദിക്കും, എന്തിനാ ഈ കുട്ടീനെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, അത്യാവശ്യം നിങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള മാർഗ്ഗം ജോലി ഉണ്ടല്ലോ, ആ കുട്ടീനെ നോക്കാമല്ലോ, അപ്പോൾ എന്തിനാ ഇങ്ങനെ വഴക്ക് കേൾക്കുന്നേ, സ്ട്രഗിളല്ലേ അമ്മയും അച്ഛനും. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ ആദ്യം എൻ്റെ മോൾക്ക് വിദ്യാഭ്യാസം എന്നൊരു സരസ്വതി കൊടുക്കും, അവൾക്ക് ആദ്യം അവളുടെ ചോറ് അവളെ സമ്പാദിക്കണം, ബാക്കിയുള്ളതൊക്കെ അവൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്നൊരു വലിയ വാക്ക് ആ ഒരു വാക്കാണ് എൻ്റെ മൈൻഡിൽ ചെറുപ്പത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉണ്ടായിരുന്നു മനസ്സിൻ്റെ അകത്ത് ഒരു എയിം അതുണ്ടായിരുന്നു. പക്ഷേ അത്ര ഈസി അല്ല ലൈഫിലോട്ട് മുന്നോട്ട്. സ്കൂളിങ്ങും കോളേജും ജോലി എല്ലാവരും റിജക്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് എവറി ആംഗിൾ നമ്മൾ ആ ഒരു റിജക്ഷൻ ഏറ്റെടുത്തു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഞങ്ങൾക്ക് സ്ട്രഗിൾ ആയിട്ടത് ആക്സസിബിലിറ്റി ഇല്ലായ്മയാണ്. എന്ന് പറയുമ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അപ്സ്റ്റെയർ കയറണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഇറങ്ങിയ ഒരു മാളിലേക്ക്, എല്ലാതും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഡെപ്യൂട്ടി കളക്ടർ ഒരുപാട് റാങ്കിൽ പച്ചമഷി പിടി ഒരു സാധിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എപ്പോഴും നമുക്ക് ഈ അപ്സ്റ്റേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ചേച്ചി ആ സമയത്ത് ആ ഒരു സബ് കളക്ടറിന്റെ ഒരു ജോലി വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. അങ്ങനെയല്ല, അതും നമുക്ക് സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായി, പിന്നെ നമുക്ക് മുകളിലേക്ക് മെയിനിന് പോകാൻ പറ്റില്ല, അപ്പോഴേക്കും ഓപ്പറേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഫെയ്റ്റിനെ വിശ്വസിക്കുകയാണ്, കൃഷ്ണഭക്തിയാണ്, കണ്ണൻ്റെ ആളാണ്. അപ്പോൾ ഭഗവാൻ നമുക്കൊരു വഴി, ആ ഒരു വഴിയായിരിക്കും ഇത് എന്നതാണ്. ഈ കാലിന് ഈ പ്രശ്നമുള്ളത് ബിക്കോസ് ബ്രെയിനിൽ നിന്നാണോ വരുന്നത്? അല്ല മാഡം, ഇത് പനിയിൽ വന്നതാണ്. നെർവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെർവും എല്ലുകൾക്ക് തീരെ എല്ലുകളും നെർവും ബാധിക്കും. പോസ്റ്റ് പോളിയോ റെസിഡ്യൂവൽ പാരാലിസിസ്, പോളിയോ ആണ്. അപ്പൊ ആ സമയത്ത് ഇഞ്ചക്ഷൻ പ്രശ്നമുണ്ടോ? അതായത് എല്ല് പൊടിയുന്ന പോലെ അങ്ങനത്തെ ഇതാണോ? എല്ലുകൾക്ക് നല്ല ബലക്ഷയാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്, ഇപ്പോൾ ഒരു ആൾക്ക് ഹ്യൂമൻ ബീയിങ്ങിന് നമുക്ക് 100% കാലിൻ്റെ ഒരു കാര്യത്തിൽ 100% ഒരു ആരോഗ്യം കാലിന് തന്നപ്പോൾ എനിക്ക് 75% ഓൾറെഡി ഇല്ല. ബാക്കി 25% ആയി ഓവർ യൂസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ ഞാൻ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കാലിന് നല്ല പെയിനാണ്, മുട്ടിന് എല്ല് തേയ്മാനം നല്ലോണം ഉണ്ട്. പെയിൻ കില്ലർ കഴിക്കും, അത് മെഡിസിൻസ് ഒക്കെ കഴിക്കും. എന്നാലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ പറയാറില്ലേ, വിന്നേഴ്സ് ആർ നോട്ട് ദോസ് ഹൂ നെവർ ഫെയിൽസ് ബട്ട് ദോസ് ഹൂ നെവർ ക്വിറ്റ്. അപ്പോൾ ആ ഒരു മനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകണം.